കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു അറിവുകൾ. പക്ഷെ ഒരറിവും ചെറുതല്ല. സ്മാർട്ട് സിസിന്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്റെ അനിയത്തി ക്രിസ്മരിയാണ്. ചുറ്റു എന്ന് വിളിക്കും. 2ാം ക്ലാസ്സിലാണ്. ഇതെന്റെ ചേച്ചി മിൽറ്റാരി. ഞാൻ മിറ്റു ചേച്ചി എന്ന് വിളിക്കും. ചേച്ചി 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കുറച്ച് അറിവും കുറച്ച് തമാശകളും കുറച്ച് എന്റർടൈൻമെന്റും കുക്കിങ്ങും എല്ലാം കൂടി ചേർത്തിണക്കിയ ഒരു കൊച്ചു ചാനലാണ് ഞങ്ങളുടെ സ്മാർട്ട് സിസ്. എല്ലാവർക്കും സുഖമല്ലേ? ചേച്ചി, നമ്മുടെ ഇന്നത്തെ കുഞ്ഞറിവെന്താ? അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ വിഷയം കുറച്ച് വിചിത്രത പുലർത്തുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. സാധാരണ നമ്മുടെ ചുറ്റുപാടില് ഒരു മരണം സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ മരണ വീട്ടിൽ പോയി ശവസംസ്കാരിക രീതികൾ അതിൻ്റെതായ ബഹുമാനപൂർവ്വം നമ്മൾ നടത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ശവസംസ്കാര രീതിയുണ്ട്. അത് വേറൊരു മതക്കാരുടെ ഒരു ശവസംസ്കാര രീതി. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പൊ നമുക്ക് പോയാലോ? സാധാരണ ശവസംസ്കാര രീതിയിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും കുറവ് മതക്കാരുള്ള അല്ലെങ്കിൽ അംഗസംഖ്യമുള്ള മതമാണ് പാഴ്സി. നമ്മുടെ സാധാരണ ശവസംസ്കാര രീതിയിൽ നിന്ന് വളരെ വലിയ വ്യത്യസ്തതയാണ് ഇവർ പുലർത്തുന്നത്. ഭൂമിയും അഗ്നിയും വളരെ വിശുദ്ധമായ വസ്തുക്കളാണെന്നും ശവശരീരം അവയെ ദുഷിപ്പിക്കുമെന്നുള്ള ഇവരുടെ വിശ്വാസം മൂലം ഇവർ മറ്റു മതസ്ഥക്കാരെ പോലെ മണ്ണിൽ മൂടുകയോ അഥവാ തീയിൽ ദഹിപ്പിക്കുകയോ ഇല്ല. പാഴ്സിക്കാരുടെ ശവകുടീരത്തിന് നിശബ്ദ ഗോപുരങ്ങൾ എന്നാണ് പേര്. ശവശരീരം അലങ്കരിച്ച മഞ്ചലിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വെക്കുകയും ഇത് വഹിച്ചുകൊണ്ട് പോയിരുന്നവർ കൈകൊട്ടുന്നതോടെ കഴുകന്മാർ വന്ന് ഈ ശവശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണോ? ഏതാണ്ട് അരമണിക്കൂറിനകം ശവശരീരം മുഴുവനായി തീർന്നിരിക്കും. ബാക്കി വരുന്ന എല്ല് ഭാഗങ്ങൾ ഇത് വഹിച്ചുകൊണ്ട് പോയവർ ആഴമുള്ളൊരു കിണറ്റിൽ നിക്ഷേപിച്ച് മടങ്ങും. നിങ്ങൾക്ക് ഈ പാഴ്സി മതക്കാരെ കുറിച്ചോ അവരുടെ മറ്റു രീതികളെ കുറിച്ചോ മറ്റെന്തെങ്കിലും കൂടുതൽ അറിയാമെങ്കിലേ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വ്യത്യസ്തമായ വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇനിയും നല്ല രസിപ്പിക്കുന്ന വിചിത്രമായ അറിവുകളായി ഞങ്ങൾ വീണ്ടും വരാം. Till then,